Hello everyone, welcome to AZB Academy. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 2 ക്ലോസ് 13 ആണ്. ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 2 ക്ലോസ് 13 ഡെഫിനിഷൻസ് ആണ്, നിർവചനങ്ങൾ സെക്ഷൻ 2-ൽ വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം സിലബസിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്ന് സിലബസിൽ കവർ ചെയ്യുന്നത് 2 ക്ലോസ് 13 ആണ്. 2 ക്ലോസ് 13 ഹാർബർ. സംശയം എന്നാണ് അതിന്റെ മലയാളം വരുന്നത്, അല്ലെ? എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഞാൻ ഇന്ന് ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി എക്സാമിന് ജയിക്കാൻ, അത് മതി. ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. നമ്മൾ നോക്കുന്നത് സെക്ഷൻ 2 ആണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെക്ഷൻ 2. ഇത് നോക്കുന്നതും സെക്ഷൻ 2. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്, അഥവാ നിർവചനങ്ങളാണ്. ഓരോന്നിന്റെ ഓരോ പദത്തിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന ഏരിയ 2-വിൽ ഏതാണ്? 13 ആണ്. അപ്പോ 2 ക്ലോസ് 13 സെക്ഷൻ 2 ക്ലോസ് 13 സെക്ഷൻ 2 ക്ലോസ് 13. അപ്പോൾ ഇത് ഒറിജിനൽ ആയിട്ടുള്ള BNSലുള്ള വാക്യമാണ്. ഇതിൽ നിന്ന് മാത്രമാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് ചോദിക്കത്തില്ല. ഇതിലുള്ളത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഇനി അപ്പോ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. പാനീയം കൊടുക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. വെള്ളം കൊടുത്താലൊന്നും തെറ്റല്ല. പണം കൊടുക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. ഒരാൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുന്നു, വാഹന സൗകര്യം ഒരുക്കുന്നു, അത് തെറ്റാണോ? തെറ്റല്ല. അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലുള്ള ആയുധങ്ങൾ, കത്തിയും കത്രികയും ഇതൊക്കെ കൊടുക്കുന്നു, തെറ്റാണോ? ഒന്നും കുഴപ്പമില്ല. കറിക്കരിയാൻ കൊടുത്താൽ കുഴപ്പമില്ല. ദീപാവലിക്ക് പടക്കം കൈമാറുന്നു, വെടിക്കോപ്പുകൾ, ഇല്ലേ? തെറ്റാണോ? ഒന്നും തെറ്റല്ല. എന്നാൽ 2 ക്ലോസ് 13 പറയുന്നു, ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 2 ക്ലോസ് 13 ഇങ്ങനെ പറയുന്നു: ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുത്താൽ അത് നിയമപരമായി തെറ്റാണ്. പാനീയം കൊടുത്താൽ അത് നിയമപരമായി തെറ്റാണ്. പണം കൊടുത്താലോ വസ്ത്രം കൊടുത്താലോ ആശ്രയമോ അല്ലെങ്കിൽ വാഹന സൗകര്യമോ ഒക്കെ കൊടുത്താൽ തെറ്റാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട്? ഭാരതീയ ന്യായ സംഹിത 2023 BNS 2023 സെക്ഷൻ 2 ക്ലോസ് 13 പറയുന്നു, ഒരു കുറ്റം ചെയ്ത വ്യക്തിക്ക്, ഒരു കുറ്റവാളിക്ക്, നിയമത്തിന്റെ മുമ്പിൽ പിടിക്കപ്പെടാതെ ഒളിച്ചു നടക്കുന്ന, ഓടി നടക്കുന്ന ഒരു കുറ്റവാളിക്ക് ഭക്ഷണമോ പാനീയമോ പണമോ ആശ്രയമോ വസ്ത്രമോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുകയാണെങ്കിൽ അത് തെറ്റാണ്, അല്ലെ? അപ്പൊ അവർക്ക് കൊടുക്കരുതെന്നാ പറയുന്നത്. അല്ല, ഭക്ഷണം വെള്ളം കൊടുക്കണ്ടെന്നല്ല, ഒരു കുറ്റവാളിക്ക് കൊടുക്കരുതെന്നാണ്, അല്ലെ? മാത്രമല്ല ഇതിലത് പറയുന്നുണ്ട്. ഒറിജിനൽ BNSലെ അതേ വാക്കിലേക്ക് നമ്മൾ വായിക്കുകയാണ്, അല്ലെ? ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി, അല്ലെ, ഏതെങ്കിലും മാർഗം മുഖേന, ആ മാർഗം എന്തെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ട്. ഇപ്പൊ ഈ പറയുന്ന വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മിക്കുക, അങ്ങനെയൊക്കെ, അല്ലെ, പറഞ്ഞിട്ടുള്ള തരത്തിൽ തന്നെയുള്ളതായാലും അല്ലെങ്കിലും ഒരാളെ സഹായിക്കുന്നത് ഉൾപ്പെടും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്രശ്നമാണെന്നാണ് ഇവിടെ പറയുന്നു സെക്ഷൻ 2 ക്ലോസ് 13 ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നത്, അല്ലെ? ഇനി സെക്ഷൻ 2 ക്ലോസ് 13 വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ഇവിടെ സംശയം, ഹാർബർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ? അഭയം, ഭക്ഷണം, പണം, പാനീയം ഇവയൊക്കെ കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു വ്യക്തിയെ സഹായിക്കുന്നതിലൂടെയാണ്. അവിടെ ചോദ്യം എന്തിനാണ്, അല്ലെ? ഒരു വ്യക്തിയെ നിയമനിർവഹണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒരു കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ഭയം കാണും, അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. അതെന്താണ് പ്രശ്നം? നീതി നടപ്പാക്കപ്പെടില്ല. നീതി, ഒരാളെ കൊന്നു, മോഷ്ടിച്ചു, ഉപദ്രവിച്ചു, അല്ലെ? അപ്പോൾ നഷ്ടം വന്ന വ്യക്തി, അവരുടെ ബന്ധുക്കൾ, കുടുംബക്കാർക്ക് ഒക്കെ നഷ്ടമാണ് മൊത്തത്തിൽ, അല്ലെ? ഇനി വേറൊരു വ്യക്തിയെ കൊല്ലരുത്, അതിന് വേറൊരിടത്ത് പോയി മോഷ്ടിക്കരുത്, അയാളെ പിടിച്ച് ശിക്ഷിക്കുക, ശിക്ഷ കൊടുക്കുക, പണിഷ്മെന്റ് കൊടുക്കുക, അല്ലെ? അപ്പൊ ഇവിടെ നീതി നടപ്പിലാക്കണം, ജസ്റ്റിസ് നടപ്പിലാക്കണം. അതാണ് ഇവിടെ വ്യവസ്ഥയിൽ നിയമപരമായിട്ടുള്ള ഈ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കണം വേണ്ടി ആരെങ്കിലും സഹായിച്ചാൽ പ്രശ്നമാണ്. താമസിക്കാൻ സ്ഥലം വാഗ്ദാനം ചെയ്താലോ, സാമ്പത്തിക സഹായം ചെയ്താലോ, അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയാലോ ഒക്കെ ഇതിൽ വരും. ഇനി
ഇതിന്റെ ഘടകങ്ങൾ ഏതാണ്? ഇത് എക്സാമിന് ചോദിക്കും. അപ്പൊ ഞാൻ ഇത്രയും പഠിപ്പിച്ചില്ലേ, ഇതിൽ നിന്ന് മാത്രമാണ് എക്സാമിന് ചോദിക്കും. ഞാൻ പഠിപ്പിച്ചതിന്റെ അപ്പുറം പോകത്തില്ല. ഒറിജിനൽ ഭാരതീയ ന്യായ സംഹിതയിൽ നിന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഇതിന്റെ അകത്ത് നിന്ന് ചോദിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെക്ഷൻ 2+8 ആവശ്യ ഘടകങ്ങൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ്. എസെൻഷ്യൽ എലമെന്റ്സ് ഇതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതാണ് എസെൻഷ്യൽ എലമെന്റ്സ്. അപ്പൊ ഇനി ഞാൻ ഈ പറയുന്നതിൽ നിന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഈ പറയുന്നതിൽ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അറിവുദ്ദേശം, നോളജ് ഇന്റന്റ് അല്ലെ. ഇപ്പൊ ഒരു വ്യക്തി കുറ്റവാളിയാണെന്ന് അറിഞ്ഞു, നിയമത്തിൽ നിന്ന് ഒളിച്ചോടിയവനാണെന്നും തെറ്റ് ചെയ്തവനാണെന്നും അറിഞ്ഞുകൊണ്ട് ആ ബോധ്യം ഇരിക്കെ, തെറ്റുകാരനാണെന്ന ബോധ്യമുണ്ട്, ചെയ്തത് തെറ്റാണ്, മഹാപരാധമാണെന്ന് ബോധ്യമിരിക്കെ എന്തു സംഭവിച്ചു? ഒരാൾക്ക് അഭയം പാർപ്പിടമൊക്കെ കൊടുത്താൽ ഭാരതീയ ന്യായ സംഹിത പറയുന്നു തെറ്റ് തെറ്റ് തെറ്റ്. അത് തെറ്റ് തന്നെയാണ്. ഭാരതീയ ന്യായ സംഹിത അവിടെ മാറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ അത് നിയമപരമായി തെറ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത് അല്ലെ. അറിവ് ഉദ്ദേശത്തോടെ നോളജ് ഇന്റന്റ്. അടുത്തത് ആക്ട് ഓഫ് അസിസ്റ്റൻസ്, സഹായ പ്രവർത്തനം അല്ലെ. ഇപ്പോ ഒരു ശാരീരികമായ അഭയം നൽകുക, വീട്ടിൽ താമസിക്കുക, ഇങ്ങനെയുള്ള സഹായങ്ങൾ എന്ന് വിളിക്കുക. ഇതൊക്കെ നീതി ഒഴിവാക്കുവാണ്, നീതി നടപ്പാക്കാൻ സഹായിക്കുന്നില്ല. അങ്ങനെ ചെയ്താലും 2+13 വരും. ഇനി ഇത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മേലിൽ ബാധ്യതയുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യുക. ആരാണോ അഭയം കൊടുക്കുന്നത് അവർക്ക്. ഇതിനെ പറയുന്ന പേര് ക്രിമിനൽ ബാധ്യത അഥവാ ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി അല്ലെ. അപ്പോ ക്രിമിനൽ കുറ്റങ്ങൾ ഇവർ നേരിടേണ്ടി വരും അല്ലെ. അപ്പൊ നീതി തടസ്സപ്പെടുത്തുകയോ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സഹായിക്കുകയോ ചെയ്തതായി കണക്കാക്കപ്പെടുന്നുവെങ്കിൽ അല്ലെ, ഒരു ക്രിമിനൽ ബാധ്യത അവിടെയുണ്ട്. ക്രിമിനൽ ബാധ്യതയുണ്ട് അല്ലെ. ക്രിമിനൽ ലയബിലിറ്റി എന്തുണ്ട്? അവിടെയുണ്ട്. ക്രിമിനൽ ബാധ്യത ഉണ്ട്. ആരാണോ സഹായിക്കുന്നത്, ഒരു കുറ്റവാളിയെ ഭക്ഷണം, പാർപ്പിടം, വാഹന സൗകര്യം, താമസ സൗകര്യം ഒക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് ആരാണോ ആയുധം നൽകിയോ വെടിക്കോപ്പ് നൽകിയോ സഹായിച്ചാൽ, അല്ലെങ്കിൽ വ്യാജ തിരിച്ചറിയൽ രേഖ കൊടുത്ത് സഹായിച്ചാൽ, ആ സഹായിക്കുന്നവരുടെ മേൽ ബാധ്യത ഉണ്ട്, ക്രിമിനൽ ബാധ്യത. ആ സഹായിക്കുന്നവരെ പിടിച്ചകത്തിടും അല്ലെ. അവരും ക്രിമിനൽ കുറ്റം. അതാണ് ക്രിമിനൽ ബാധ്യത, ക്രിമിനൽ ലയബിലിറ്റി. ഫിസിക്കൽ കംപ്ലൈന്റ്, ശാരീരിക താമസ സൗകര്യം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എ ബി രണ്ടുപേര്. എ മോഷ്ടാവാണ്, കള്ളനാണ്. എ മോഷ്ടിച്ചു, പോലീസ് പിടിക്കാതിരിക്കാൻ ഒളിച്ചോടി ബിയുടെ വീട്ടിൽ വന്നു. ബി ഫുൾ സപ്പോർട്ടും ചെയ്തു. വെള്ളത്തിന് വെള്ളം, ഭക്ഷണത്തിന് ഭക്ഷണം, വാഹനത്തിന് വാഹനം, താമസ സൗകര്യം എല്ലാം കൊടുത്തു. ഒന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ ബി എന്ത് ചെയ്യുമെന്നറിയാവോ? 2+13 പ്രകാരം ഭാരതീയ ന്യായ സംഹിത BNS 2023 2023 പ്രകാരം ബിയെ പിടിച്ചകത്തിടാം. കാരണം സഹായിച്ചു അല്ലെ. അല്ലെങ്കിൽ മറ്റൊന്ന്, എയും ബിയും സഹോദരങ്ങളാണ്, നല്ല സ്നേഹം. എ വലിയ കൊടിയ കുറ്റം ചെയ്തു, കൊന്നിട്ട് വന്നു. ബി പറഞ്ഞു പേടിക്കണ്ട, ഞാൻ വണ്ടി ഒരുക്കി തരാം. അങ്ങനെ ആ ദൂര ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ താമസിക്കുക. അവിടെ പോലീസ് ഒന്നും വരില്ല. ഒളിച്ചു താമസിക്കുക. വസ്ത്രം, ഭക്ഷണം, വെള്ളം, പൈസയൊക്കെ തരാം. ഇതാ പെട്ടെന്ന് പൊയ്ക്കോ, കേറിക്കോ, വണ്ടി വിട്ടോ എന്ന് പറഞ്ഞങ്ങ് പോയി. ബി അകത്ത് കിടക്കും. എയും കിടക്കും അല്ലെ, പക്ഷെ ഒപ്പം ബിയും കിടക്കും. മര്യാദയ്ക്ക് എ സഹായിക്കാതിരുന്നാൽ ബിക്ക് വീട്ടിൽ കിടക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ പോയി കിടക്കാം. അവിടെ പോയി റെസ്റ്റ് ചെയ്യാം അല്ലെ. അടുത്ത സാമ്പത്തിക സഹായം, പൈസയോ മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നതാണ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്. അടുത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കൽ. വിവരങ്ങൾ പ്രചരിപ്പിക്കൽ അല്ലെ എന്ന് പറഞ്ഞാല് ഈ വിവരം, പോലീസ് വരുന്നുണ്ട്, ഓടിക്കോ, അവര് ഇന്ന സ്ഥലത്താണ് അന്വേഷിച്ച് വരുന്നത്, ഇതുവഴി ഓടിക്കോ, അവർ ഇന്ന സമയത്ത് വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡിസമിനേറ്റിംഗ് ഇൻഫർമേഷൻ. ഇത് കൊടുത്തു കഴിഞ്ഞാലും പണി കിട്ടും. കൊടുത്താൽ പണി ഉറപ്പായിട്ട് കിട്ടും. കൊടുക്കുന്നവനെ അവിടെ നിന്ന് പോകും അല്ലെ. ഇനി ഫോൾസ് ഡോക്യുമെന്റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, തെറ്റായ ഡോക്യുമെന്റേഷൻ. കുറ്റവാളി ഐഡന്റിറ്റി ഒക്കെ മറയ്ക്കാൻ വേണ്ടി അല്ലെ, ഈ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ശേഖരിക്കാനോ ഒപ്പിക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അല്ലെ, വല്ല തിരുത്തലൊക്കെ വരുത്തി നിന്നാൽ അവരെ അപ്പൊ തന്നെ പൊക്കുന്നതായിരിക്കും. തെറ്റായ ഡോക്യുമെന്റേഷൻ, ഫോൾസ് ഡോക്യുമെന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2+13 പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഈ പഠിപ്പിച്ചതിന്റെ അപ്പുറം പോകത്തില്ല.
ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കൂ. ഭാരതീയ ന്യായ സംഹിതയുടെ ഒറിജിനൽ നിയമപുസ്തകത്തിൽ നിന്നാണ് പഠിപ്പിച്ചത്. ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിന് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. അതോടൊപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അറ്റാ 24/7 സല്യൂട്ട് എന്നൊരു ബാച്ച് ഉണ്ട്, ജോയിൻ ചെയ്യുക. AZB അക്കാഡമിയുടെ സല്യൂട്ട് എന്നൊരു ബാച്ച് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അനന്തു 20 ഈ ഒരു കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അനന്തു 20 എന്നൊരു കോഡ്, അനന്തു 20 20. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ 20% ഡിസ്കൗണ്ട് ഫീസ് അളവിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത്രയുമാണ് പറയുന്നത്. അപ്പം മറക്കരുത്, AZBയുടെ സല്യൂട്ട് എന്ന AZB അക്കാഡമിയുടെ സല്യൂട്ട് എന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് മൊത്തം ഭാരതീയ ന്യായ സംഹിതയും പഠിക്കാൻ പറ്റും. ഇന്നത്തെ സെഷൻ ഇവിടെ തീരുകയാണ്. നമുക്ക് നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ബൈ.